ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് രാമചന്ദ്രയിലാണ്. രാമചന്ദ്ര ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് എനിക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ രാമചന്ദ്രയിൽ കയറാൻ പോയപ്പോഴാണ് അടുത്തൊരു കടയുണ്ട്, ജസ്റ്റ് ഒന്ന് ചുമ്മാ കയറാമെന്ന് പറഞ്ഞ് കയറിയതാണ്. നല്ല കളക്ഷനായിരുന്നു. ഞാൻ അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് എടുത്തു. ഓഫറും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അടുത്തുള്ള ദേവൻസി കയറി ഫലൂഡയും കൂടെ കുടിച്ചിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. വീട്ടിൽ ബസ്സിൽ കയറിയപ്പോഴേക്കും എന്തായാലും ഫോൺ എടുക്കുന്നതല്ലേ പാട്ട് കേൾക്കാൻ വേണ്ടി, വീഡിയോ കൂടി എടുക്കാമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തു. ബസ്സിൽ കയറിയപ്പോൾ തന്നെ മണി 7 വീടെത്തുമ്പോൾ എന്തായാലും ഒരു 7:45 8 മണി അടുപ്പിച്ചാവും ഞാൻ വീടെത്തുമ്പോൾ. അതേപോലെ തന്നെ വീട്ടിലെത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അച്ഛൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് കുഞ്ഞിനെ പ്രസാദം കൊണ്ട് കൊടുക്കണം. അച്ഛനിങ്ങനെ ഓട്ടത്തിന് പോകുമ്പോൾ ഗണപതിയും കോവിലിൽ കയറും. അങ്ങനെ കയറി പ്രസാദം കിട്ടുമ്പോൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കുഞ്ഞിനെ കൊടുക്കാൻ പറയായിരുന്നു. അങ്ങനെ ഞാൻ കുഞ്ഞിനെ പ്രസാദവും കൊണ്ട് പോകാമെന്ന് വെച്ച് ചേച്ചിയുടെ അടുത്ത് പോയി. ബെല്ലടിച്ച് ഫസ്റ്റ് ആരാന്ന് നോക്കാൻ വരുന്നത് ആമി തന്നെയാണ്. ഞാനങ്ങനെ ഡോറിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴേക്കും ഡോറ് തുറന്ന് ആമി തന്നെ ഫസ്റ്റ് വന്നു. ചേച്ചിയാണ് ഡോറ് തുറന്നത്, ആമി തന്നെ ഫസ്റ്റ് വന്നു. ഞാൻ എടുക്കാൻ വേണ്ടി അവളെൻ്റെ പിറകെ നടക്കും. അതുകൊണ്ട് ഒന്നോടത്ത് ഞാൻ അവളെയാണ് ആദ്യം എടുക്കുന്നത്. ഞാൻ എടുത്ത് നിന്നപ്പോഴാണ് ചേട്ടൻ ജിമ്മിൽ പോയിരിക്കുന്നതെന്ന് മനസ്സിലായത്. ചേച്ചി പറഞ്ഞു. അങ്ങനെ ആമിയിലൂടെയും കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ നിന്ന് ചേച്ചിയെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നിന്നില്ല. എന്നാലും ഞാൻ ഓടിപ്പോയി. ചേട്ടൻ ജിമ്മിൽ നിന്ന് വന്നപ്പോഴത്തേക്കും കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചേച്ചിയോട് അടിയുണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചേച്ചിയുടെ വീഡിയോ കിട്ടി. പക്ഷേ ചേച്ചി എന്നോട് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ വീഡിയോ എടുക്കരുതെന്നൊക്കെ. അങ്ങനെ ചേച്ചി തണ്ണിമത്തൻ മുറിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതും കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയി. അങ്ങനെ ഞാൻ ആ തണ്ണിമത്തൻ മുറിച്ചതും കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ചേച്ചിയുടെ ലക്ഷ്യം അതൊന്നും ആയിരുന്നില്ല. ചേച്ചി പുതിയ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ചേച്ചി ഉണ്ടാക്കുക, ഞാനത് പരീക്ഷിക്കുക എന്നുള്ള ഇതിൽ ചേച്ചി എൻ്റെ പിറകെ നടന്നു. കഴിക്കടി, ഇതൊന്ന് കഴിച്ച് നോക്കുക എന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവസാനം ഞാൻ സമ്മതിച്ചു, ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ വാരി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രെയിമിൽ വരത്തില്ല, ഞാൻ വീഡിയോ എടുക്കുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ചേച്ചിയുടെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ജോലിയുണ്ട്. അങ്ങനെ ആമിക്ക് ടാറ്റയൊക്കെ കൊടുത്തു. ആദ്യമൊന്നും വന്നില്ല, ടി വിയുടെ ഫ്രണ്ടിലായിരുന്നു. പിന്നെ ഞാൻ ടാറ്റയൊക്കെ കൊടുത്ത് ഞാൻ ഇറങ്ങി. അവൾ സിയു പറയുന്നതാണ്. പണ്ടേ എങ്ങനെയാണ്, ഇച്ചിരി അറിവ് വന്ന സമയം തൊട്ട് സിയു എന്നിങ്ങനെ പറയും. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവൾ എൻ്റെ കൂടെ പുറത്തിറങ്ങി. പക്ഷേ ആൾ ഭയങ്കര ബിസി ആയിപ്പോയി. ആളിൻ്റെ കളിപ്പാട്ടൊന്നും കളിക്കാൻ പറ്റത്തില്ല. അടുക്കളയിൽ കിടക്കുന്ന സവാളയോ ഉള്ളിയോ അതൊക്കെ വെച്ച് കൊടുക്കത്തുള്ളൂ. അങ്ങനെ കുറേ നേരം നിന്ന് ഒരു ഉമ്മ കിട്ടി. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയപ്പോഴാണ് ഞാൻ വാങ്ങിച്ച ഡ്രസ്സിൻ്റെ സൈഡ് എനിക്ക് അടിക്കണം. അപ്പോൾ ഇവിടെയുള്ള മിക്കവരും കൊണ്ട് കൊടുക്കുന്നത് ഇവിടുത്തെ മാമിയുടെ കയ്യിലാണ്. ഈ മാമിയുടെ കയ്യിലാണ് ഞങ്ങളെപ്പോഴും. ആ മാമി ഉറങ്ങിയില്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾക്ക് സൈഡ് അടിച്ച് തരും, ഉറങ്ങുന്നതിന് മുമ്പ് കൊണ്ട് കൊടുത്താൽ. ഇനി നാളത്തെ കാര്യങ്ങൾ നോക്കണം, ഫ്രണ്ട്സിനെ വിളിക്കണം, എന്താണെന്നൊക്കെ അറിയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, നാളെ കാണാം.